നെക്സ്റ്റ് പാർട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ള ഒരു പാർട്ടുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, രണ്ടാമത്തെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, മൂന്നാമത്തേത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചാൽ ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. കാരണം ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ് ആര് കാണിക്കുന്നത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്വഭാവം എടുത്താൽ മതി, കുറച്ച് കൂട്ടി പറഞ്ഞാൽ മതി. എല്ലാ പ്രോപ്പർട്ടിയും കുറച്ച് കൂട്ടി പറയാം. നമുക്കുണ്ടല്ലോ ഒരു കൂട്ടി പറച്ചിൽ. എന്ത് പറഞ്ഞാലും എന്താണ്, ഇപ്പോൾ സാധാരണ എന്തെങ്കിലും ചെറിയൊരു മുറിവ് ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞാൽ കുറച്ച് ദൂരെ എത്തുമ്പോഴേക്കും ആ മുറിവിൻ്റെ സൈസ് കൂടി വരും. അതുപോലെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി വളരെ എളുപ്പമാണ്. ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി. ഹൈലി, ഗ്രേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സത്യത്തിൽ എന്തുമാത്രം പഠിച്ചാൽ മതി? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി മാത്രം പഠിച്ചാൽ മതി. സോ അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഫസ്റ്റ് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഫസ്റ്റ് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, each element in the diamagnetic material, each element in the diamagnetic material, diamagnetic material does not have any magnetic dipole moment, does not have any magnetic dipole moment, any magnetic dipole moment, any magnetic dipole moment. എന്താ ഒന്നും കൂടി പറയാം. ഈച്ച് എലമെന്റ്, അതായത് മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള ഏറ്റവും ചെറുതാണ് മാഗ്നറ്റിക് എലമെന്റ്. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും ചെറുത് ആറ്റം എന്നൊക്കെ പറയുന്നത് പോലെ മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള ഏറ്റവും ചെറുതാണ് മാഗ്നറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. Each element in the diamagnetic material does not have any magnetic dipole moment. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലുള്ള ഒരു മാഗ്നറ്റിക് എലമെന്റിനും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ മൊത്തം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഓരോ മാഗ്നറ്റിക് എലമെന്റിന്റെയും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു, ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ does not have any magnetic dipole moment. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് which repelled by magnetic field, അതെന്ത് ചെയ്യും? repelled by magnetic field. then magnetic field അതിനെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എങ്കിൽ നോർത്ത് സൗത്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റ് രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞാൽ വിച്ച് റിപ്പൽസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിൽ നിന്നും റിപ്പൽ ചെയ്തു പോകും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്തു പോകും. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി ആയി. എന്തായിരുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി? ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡസ് നോട്ട് ഹാവ് എനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. രണ്ടാമതോ വിച്ച് റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ uniform magnetic field, it get magnetized in a feeble amount
in a feeble amount opposite to the direction of applied field, opposite to the direction of applied field, opposite to the direction of applied field. അതായത് ഒരു ഫീൽഡിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇപ്പം ഞാനൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണെന്ന് വിചാരിച്ചോ, ഞാനൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ നോർത്ത് പൊളാരിറ്റി ഉണ്ട്, ഇവിടെ സൗത്ത് പൊളാരിറ്റിയും ഉണ്ട്. ആ നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റിയും ഉള്ള അവിടെ ഞാനൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് മാഗ്നറ്റൈസ് ചെയ്യും ഇൻ എ ഫീബിൾ എമൗണ്ട്. ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്ത് പൊളാരിറ്റി ആണെങ്കിൽ എൻ്റെ ഈ ഭാഗം സൗത്ത് പൊളാരിറ്റിയും, ഇവിടെ സൗത്ത് പൊളാരിറ്റി ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ എൻ്റെ ഈ ഭാഗം എന്തായിരിക്കും, നോർത്ത് പൊളാരിറ്റി. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. നാലാമത്തേത് ഫ്രീലി സസ്പെൻഡഡ് diamagnetic material in a magnetic field align perpendicular to the direction of magnetic field, perpendicular to the direction of magnetic field. ഞാനൊരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യാണ്, ഒരു നൂലിൽ കെട്ടിത്തൂക്കുക. അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് ഭാഗം ഇവിടെ സൗത്ത് പൊളാരിറ്റി ഉണ്ട്. ദെൻ അതിലിങ്ങനെ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ ആ ബാർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും, ആണല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യും. അതാ പറഞ്ഞ എന്ത്, ഇൻ എ ഫ്രീലി സസ്പെൻഡഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നും കൂടി പറയാം, ഫ്രീലി സസ്പെൻഡഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ ചെയ്യുക പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് in a non-uniform magnetic field diamagnetic material move from stronger to weaker section, ഫീൽഡ് സ്ട്രെങ്ത് കൂടിയ ഭാഗത്ത് നിന്നും സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ, സ്ട്രോങ് ആയ ഭാഗത്ത് നിന്നും വീക്കായ ഭാഗത്തേക്ക് അത് മൂവ് ചെയ്യും. എന്താ പറഞ്ഞത്, ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം അല്ല, പോളില് സ്ട്രെങ്ത് കൂടുതലും പോളിൽ നിന്ന് അകന്തോറും ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അങ്ങനെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുന്നതെങ്കിൽ വിച്ച് മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞ, ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡസ് നോട്ട് ഹാവ് എനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് റിപ്പൾഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി, അതിൻ്റെ പിക്ചർ ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് ഇൻ എ ഫീബിൾ എമൗണ്ട് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീലി സസ്പെൻഡഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ. ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറാമത്തെ പ്രോപ്പർട്ടി, റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ്
ഓൾവേസ് ലെസ് ദാൻ 1. അടുത്തത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്. ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്. എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് property of the diamagnetic material does not depends on temperature. Property of the diamagnetic material does not depends on temperature. Property of the diamagnetic material does not depends on temperature. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ആദ്യം മുതൽ പറയാം. Each element in the diamagnetic material does not have any magnetic dipole moment. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് which repelled by magnetic field. അതിൻ്റെ പിക്ചറാണ് ഇവിടെ വരച്ചേക്കുന്നത്. Then മൂന്നാമത്തെ പ്രോപ്പർട്ടി when diamagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount opposite to the direction of applied field. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് freely suspended diamagnetic material in a magnetic field aligned perpendicular to the direction of magnetic field. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് in a non-uniform magnetic field, diamagnetic material move from stronger to weaker section. അടുത്തത് relative permeability is always less than 1. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് magnetic susceptibility is small and negative. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് property of the diamagnetic material does not depends on temperature. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത് ആൻറ്റിമണി. ഒന്നാമത്തെ എക്സാമ്പിൾ ആൻറ്റിമണി, ബിസ്മത്ത്, കോപ്പർ, Cu കോപ്പർ, ദെൻ ആൻറ്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, സിൽവർ, വാട്ടർ, ആൽക്കഹോൾ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആൻറ്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, വാട്ടർ, ആൽക്കഹോൾ. ഇത്രയും എന്തിന് ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഒന്നും കൂടി പറയാം. ആൻറ്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, സിൽവർ, വാട്ടർ, ആൽക്കഹോൾ. ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ.